ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 വർത്തമാനം പറയാണ്ടിരിക്കൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ
മേടിച്ചു വെച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലേക്കുളത്തമ്മേ ശരണം, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, ജാനകീ ജീവനസ്മരണം, ഹര നമ പാർവതീപതയേ, ആഞ്ജനേയ സ്വാമിക്ക് ഗോപികാ ജീവനസ്മരണം, ജയ ജയ ശ്രീരാധേശ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് ഈ സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ രാമായണ പാരായണ സമർപ്പണ ദിവസം, ഇത്രയും ദിവസം യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് വേണ്ടതുപോലെ ഇത് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം ഭഗവാന്റെ കൃപയാണ്. ഓരോന്നും നമുക്ക് എന്താണോ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമുക്ക് പലതും വന്ന് ചേരണുണ്ടാവും. നമുക്ക് ആഗ്രഹിച്ചതാവില്ല ഒരുപക്ഷെ കിട്ടുക. പക്ഷേ എന്താണോ നമുക്ക് വന്നു ചേരുന്നത് അതാണ് നമുക്ക് ഈശ്വരൻ നമുക്കായിട്ട് കൽപ്പിച്ച് തന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ നിയോഗം, ഇതാണ് ഈശ്വരപ്രസാദം എന്ന് വിചാരിച്ച് അവനവന് എന്താണോ ലഭിക്കുന്നത് അതിൽ സംതൃപ്തി കണ്ടെത്തിയിട്ട് അവനവൻ്റെ ആ മനസ്സിനെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ സംതൃപ്തി ഇല്ലാത്തവൻ്റെ മനസ്സ് എന്തായാലും
സന്തോഷം ഉണ്ടാവില്ല. എന്തെങ്കിലും കാര്യത്തിൽ എന്ത് ചെയ്താലും ശരി, അതിലൊരു ചെറിയൊരു കുഞ്ഞൊരു പ്രശ്നം ഉണ്ടായാൽ മതി, അതുകൊണ്ട് മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ട് പിന്നെ അതിപ്പോൾ നമ്മളൊരു സത്സംഗത്തിൽ വന്നിരിക്കുകയായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അല്ലേ, ഒരാൾ നോക്കി ചിരിക്കാതിരുന്നാൽ മതി നമ്മളെ അലസോരപ്പെടുത്താൻ. പിന്നെ അത് തന്നെ ചിന്തിച്ചിട്ട് നമ്മുടെ ആ സത്സംഗമൊക്കെ വൃഥാവിലാവും. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ചപലത നമ്മളെ ബാധിക്കാണ്ട്, മനസ്സിനെ അടിമയാവാണ്ട് നമ്മൾ ജീവിക്കാൻ, അതാണ് വേണ്ടത്. നമ്മൾ മനസ്സിനെ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അടിമയാക്കി വയ്ക്കണം മനസ്സിനെ, അല്ലാണ്ട് മനസ്സിൻ്റെ അടിമയാവരുത്. അപ്പോൾ അത് നമുക്ക് മനസ്സിനെ നമ്മുടെ അടിമയാക്കി വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് അത് ആ അടിമയാക്കി വയ്ക്കാനായിട്ട് വെച്ചാൽ സ്നേഹത്തോടു കൂടിയിട്ട് അതിനെ സ്നേഹപൂർവ്വം തൻ്റെ ദാസനാക്കി മാറ്റാൻ പറ്റുന്ന ഒരാളുണ്ട് നമ്മുടെ മുല്ലവർതി തേവര്. ആ സാക്ഷാൽ ഭഗവാന്റെ പാദത്തിൽ, ആ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമ്മുടെ മനസ്സ് ചേർത്ത് വെച്ചാൽ ആ മനസ്സിനെ വേണ്ടതുപോലെ അത് എങ്ങനെയാണോ നമ്മൾ ചെയ്താലൊരു പക്ഷേ ശരിയായി എന്ന് വരില്ല. നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ആ കാമക്രോധാദികളൊക്കെ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അത് ചിലപ്പോൾ പല രീതിയിൽ നമ്മൾ ഓരോന്ന് വരുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് ആ പ്രകോപനം ഉണ്ടായിന്ന് വരും. അപ്പോൾ ഇതൊക്കെ ആരുടെ പാദത്തിൽ കൊടുക്കണം? ഭഗവാന്റെ പാദത്തിൽ കൊടുക്കണം. ഭഗവാൻ അത് എങ്ങനെയാണോ വേണ്ടതുപോലെ അതിനെ മെരുക്കി ഭഗവാന്റെ ആ ദാസനാക്കിയിട്ട്, ഇത് കൊണ്ടക്കോളൂ, പുസ്തകങ്ങളൊക്കെ എടുത്തോളൂ കേട്ടോ. ഭഗവാന്റെ ദാസനാക്കി തീർത്ത് ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അപ്പം അങ്ങനെയുള്ള ഈ ഒരു സമർപ്പണ രംഗത്തിലേക്കാണ് നമ്മൾ നടക്കുന്നത്. ഈ ഒരു സമയം, ഇങ്ങനത്തെ ഒരു സമർപ്പണ സമയത്തെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സ് വേണ്ടതുപോലെ ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ നമ്മൾ നല്ലോണം സംയമനം പാലിക്കുക. അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കുക, സംസാരിക്കാണ്ടിരിക്കുക. ഈ പാരായണം കഴിഞ്ഞ് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നാമം ജപിച്ചുകൊണ്ട് വേറൊരു വർത്തമാനം പറയരുത്. അധികം ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാണ്ട്. കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ കസാരകളാണ് നമ്മൾ നിലത്തിരുന്ന് ചെയ്യേണ്ടതാണ്. പക്ഷേ ആരോഗ്യം സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പോൾ കസാരകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കരുത് ദയവ് ചെയ്ത്. അത് ഓരോന്നെടുത്ത് ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നമ്മുടെ പായൊക്കെ അവിടെ വേണ്ട രീതിയിൽ വിരിച്ച് വിളക്കൊക്കെ അതിൻ്റെ മുമ്പിൽ വെച്ച് ഇലകളൊക്കെ വയ്ക്കണം. ആ സമയത്ത് അതങ്ങനെയാണോ വേണ്ടത്, ഇതിങ്ങനെയാണോ വേണ്ടതെന്ന് ചോദിച്ച് ശബ്ദം ഉണ്ടാക്കണ്ട. ഹരേ രാമനാമം ജപിച്ചുകൊണ്ട് അത് ഓരോരുത്തരും ചെയ്യുക. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ 2 വരിയായിട്ട് മടക്കിയിട്ട് പായ 2 വരിയായിട്ട് വിരിച്ചിട്ട് ആ വിളക്കുകളൊക്കെ അങ്ങനെ വച്ചിട്ട് ഓരോ വിളക്കിൻ്റെ അടുത്ത് ഓരോ ഇല വയ്ക്കുക. വിളക്ക് ഒരു ഇലയിലാണ് വയ്ക്കുക. ആ ഇലയിലേക്ക് നമ്മൾ അഷ്ടോത്തരം ജപിച്ചുകൊണ്ട് ആ ഇലയിലേക്ക് നമ്മൾ അർച്ചിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് അതിപ്പോൾ ഒരാൾക്കൊരു വിളക്ക് കുറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറവുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഇനി അവിടെ കിടന്ന് പരിഭ്രമിക്കൊന്നും വേണ്ട. 2 ആൾ കൂടിയിട്ട് ചെയ്താലും വിരോധമൊന്നുമില്ല. അപ്പോൾ അത് വേണ്ടതുപോലെ ആവട്ടെ എന്ന്, നമുക്കെല്ലാം വേണ്ടതുപോലെ ചെയ്യട്ടെ. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്കതനുസരിച്ചിട്ട്, ഇത് ശ്രദ്ധിക്കാണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ ഞാൻ സർവത്ര ഗോവിന്ദനാമം ചൊല്ലി ഇവിടെ നിന്ന് സമർപ്പിച്ചെണീറ്റ് പോകും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം
ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി കഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാന്റെ പട്ടാഭിഷേക ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ആ പട്ടാഭിഷേകം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്ന് വാനിൽ വന്നിട്ട് എല്ലാ വിധത്തിലുള്ളവരും അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. ഓരോരുത്തരുടെയും സ്തുതികളൊക്കെ നമ്മൾ വായിച്ചു. ഇനി വനരാദികൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം തൊട്ടിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കുറച്ച് 2-3 പായ അവിടെ എടുത്ത് വിരിച്ചോളൂ. ഇനി വരുന്നവരൊക്കെ പായയിലിരിക്കട്ടെ. കുറച്ച് സമയമേ വായിക്കലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും താഴെ തന്നെ ഇരിക്കേണ്ടതാണ്. കുറച്ച് പായ 1-2 പായ അവിടെ വിരിച്ചോളൂ. ജാനകീ ജീവനസ്മരണം. വിശ്വംഭരൻ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ. സസ്യസമ്പൂർണയായി വന്ന ധവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതി സ്വാദു സംയുക്ത പക്വഫലങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങൾ ഇക്കാലമൊഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണാഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യാമനർഘ്യാമനൂപമം
ആദിത്യപുത്രനു നൽകിനാനാദരാൽ ആതിഥേയാധിപുത്ര തനയനും അംഗദാദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാഭംഗിയം സീതയ്ക്കു നൽകിനാൻ മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാവിലായതിനങ്ങിനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു രണ്ടു കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർത്തമുഖാബ്ജവും മാരുതി വക്തവും മധ്യേ മണിമയമായി ആകിയാഹാരവും ഗീതജ്ഞൻ പുരുഷോത്തമാനം നേരം മംഗലാദേവതയോടു ചൊല്ലിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾ കമാലത്തിൽ നിനക്കൂ മനോഹരേ, നൽകിയിടവനു നീ മറ്റാരുമില്ല നിന്നാകുതാഭംഗം വരുത്തുവാനോമലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ. ഹാരവും പൂണ്ടു വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ വന്നിട്ടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മാരുതി മന്ദാമരികെ വിളിച്ചു അരുൾ ചെയ്തിത് ആനന്ദപരവശനായി മധുരാക്ഷരം. മാരുതാനന്ദന വീണ്ടും വരത്തെ നീ വീരാ വരിച്ചുകൊള്ളുക മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കപീന്ദ്രനും. അവിടെ വച്ചോളൂ, ഇതവിടെ വച്ചോളൂ, വരുമ്പോൾ കൊടുക്കൂട്ടോ, ഇവിടെ വച്ചാൽ മതി, അവരോട് പൂവിട്ടോളാൻ പറഞ്ഞാൽ മതി എന്നതു കേട്ടു വന്ദിച്ചു കപീന്ദ്രനും. മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ, സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നുടെ നാമവും ചാരുചരിതവുമുള്ള നാൾ ഭൂമിയിൽ വാഴാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാനാരദം രാമാജപസ്മരണ ശ്രവണങ്ങളിൽ മമക മാനസേ തൃപ്തി വരാവിഭോ. മുറ്റും വരം മമ വേണ്ടാതയാനിധേ മുറ്റിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷനുഗ്രഹം നൽകിനാൻ. രാമനാമം സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നുടെ നാമവും ചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാനാരദം രാമാജപസ്മരണ ശ്രവണങ്ങളിൽ മാമക മാനസേ തൃപ്തി വരാവിഭോ. മുറ്റും വരം മമ വേണ്ടാതയാനിതേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷനുഗ്രഹം നൽകിനാൻ. മൽക്കഥായുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കൊണ്ടേ വരൂ. ബ്രഹ്മത്വവും സഖേ ജാനകീ ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പരീക്ഷിതനായവൻ വീണു നമസ്കൃത്യ ഭിന്നയം രാമസീതാജ്ഞയാപാരം പണിപ്പെട്ടു. രാമപാദാബ്ജവും ചിന്തിച്ചു ചെന്നു ഹിമാലയം പൊക്കൂ തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ഛാസഖേ പുരം ശൃംഗിവേരം ഭവൻ. മത്സരീതങ്ങളും ചിന്തിച്ചു വാഴ്ക നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരമ്പുനാരേഖഭാവം ഭജിച്ചിടുകന്നോടു നീ. ദിവ്യാംബരങ്ങളെല്ലാം കൊടുത്ത അവ്യാജഭക്തനെ യാത്ര വണങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാൽ ആശിഷ്ടനായ ഗുഹന്തത ഗംഗാ നദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മല്യകളഭാരി ചന്ദനാദിയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠം പുണർന്നാതരാൽ
മർക്കടാനായകന്മാരും കൊടുത്തുപോയി കിഷ്കിന്ധബുക്കെന്നരോട് അയച്ചരുളിയിടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം പൂണ്ടു കിഷ്കിന്ധബുക്കു സുഖിച്ചു മരുവിനാൻ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ടു കൊടുപ്പിച്ച നാരദം നൂതന പട്ടാമ്പരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകുന്നു. പുൽകി കനിവോടു യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനു വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലാഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാനവർകളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ച് അഞ്ചരണാംബുജം മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചനൊരു ജാതി ഞാൻ. ചന്ദ്രതാരകം ജങ്കയിൽ വാഴുക നീ. അരികളാൽ ഉണ്ടാകയില്ലതേ. എന്നെ മറന്നുപോകാതെ നിരൂപിച്ചു പുണ്യാജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിടുകെന്നു നിയോഗിച്ചു. മുക്താഫലമണി സ്വർണ്ണാഭരണങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ച വിർമുത പുണർന്നിടിനാൻ. പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു ഇത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദാവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാ. ജാനകി ജീവനസ്മരണം. ഓരോരുത്തരെ അനുഗ്രഹിച്ചിട്ട് ഇത്രയും തനിക്ക് വേണ്ടതെല്ലാം പൂർത്തിയാക്കാനായിട്ട് കൂടെ നിന്നവരെയൊക്കെ അനുഗ്രഹിച്ച് ഓരോരുത്തരെയും പറഞ്ഞയക്കുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തത്. ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ആ ഭരണകാലത്ത് ഭൂമി സർവസസ്യസമൃദ്ധമായി. വീടുകളിൽ എല്ലാ ദിവസവും ഉത്സവത്തിൻ്റെ പ്രതീതിയായി. എല്ലാ ദിക്കുകളിൽ നിന്നും നാമജപങ്ങൾ അങ്ങനെ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങി. എല്ലാ ഗൃഹങ്ങളിലും ആ നാമജപം, സന്ധ്യാനേരത്ത് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുക എന്നൊരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. പണ്ട് കാലത്ത് സന്ധ്യ നേരമായാൽ എല്ലാ ഗൃഹങ്ങളിൽ നിന്നും ഒച്ചത്തിലുള്ള നാമജപം കേൾക്കാറുണ്ടായിരുന്നു. സന്ധ്യ നേരത്ത് ഒന്ന് വീതിയിലൂടെ നടന്നാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ആ വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ ചുറ്റും ഇരുന്ന് ആ ഗൃഹത്തിലുള്ള കുട്ടികളും അമ്മമാരൊക്കെ കൂടി ഇരുന്ന് അവിടെയുള്ളവരിരുന്ന് നാമം ജപിക്കേണ്ടത്. ഇന്ന് വീടിൻ്റെ മുമ്പത്തേക്കൂടെ സന്ധ്യയ്ക്കൊന്ന് നടന്നാൽ അവിടെ വച്ചോളും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കുന്നത് കോലാഹലങ്ങളും വഴക്കുകളും വക്കാണങ്ങളും കൊലവിളികളൊക്കെയാണ്. കാരണം എന്താ, ആരും നാമം ജപിക്കുകയല്ല. അവിടെ നമുക്കൊക്കെ പകരം നമ്മുടെ വീട്ടിലേക്ക് കലിയെ കൊണ്ടുവരാനായിട്ട് കലി ഓരോരുത്തരുടെയും അടുത്തേക്കും ഒരു ദൂതനെ പറഞ്ഞയച്ചുണ്ട്. ആ ദൂതൻ്റെ ശബ്ദമാണ് ആ കേൾക്കണത്. അതാണ് നമ്മുടെ ഒരു പെട്ടി തുറന്നു വെച്ച് നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. കലിയുടെ ദൂതനാണ് അത്. സന്ധ്യ നേരത്ത് ഞാൻ പറയണത് ഇപ്പോൾ മനുഷ്യനാണ് നമുക്ക് വന്നു ചേർന്നതും നമുക്ക് അതൊന്നും വേണ്ട എന്നല്ല, പക്ഷേ അതിന് ഒരു സമയമെങ്കിലും നിശ്ചയിക്കുക. സന്ധ്യ നേരത്ത് ഉണ്ടാവില്ല എന്നുള്ള ഒരു സമയമെങ്കിലും 6 മണി തൊട്ട് 7 മണി വരെയുള്ള സമയത്ത് TV കാണില്ല. 6 മണി തൊട്ട് 7 മണി വരെയുള്ള ആ ഒരു സമയമെങ്കിലും നാമം ജപിക്കാനായിട്ട് എടുക്കാം എന്നുള്ളൊരു സമയമെങ്കിലും നിശ്ചയിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. നമ്മൾ എന്നും പറഞ്ഞല്ലോ ഒരേ സമയത്ത് ഹരേ രാമ നാമം ജപിക്കുക എന്നുള്ളതൊരു നിഷ്ഠയാക്കാൻ പറഞ്ഞല്ലോ. ആ അരമണിക്കൂർ 6 മണി തൊട്ട് 6:30 വരെ ആക്കിയാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് നാമം ജപിക്കാനായിട്ട് ഒരേ ദിവസം. അപ്പോൾ നമ്മൾ എല്ലാവരും അതേ സമയത്ത് അവരവരുടെ വീടുകളിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രാമത്തിൽ ഒരേ സമയത്ത് അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ നമ്മൾ നാമം ജപിക്കുന്നതിൻ്റെ ആ ഫലം ആ നാടിന് വരെ ഐശ്വര്യം ഉണ്ടാക്കി തീർക്കുന്ന പറയണേ. അത്രയും മഹത്താണ് നാമജപം. അപ്പോൾ ആ
നാമജപ സംസ്കാരമൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞു. ഇവിടെ എല്ലാം കഴിയണു. ആ വൃക്ഷങ്ങളിലൊക്കെ പഴങ്ങൾ നിറഞ്ഞു നിൽക്കണു, പൂക്കളിലൊക്കെ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കണു. അങ്ങനെ ധാരാളം പശുക്കൾ, അതുപോലെ സ്വർണം തുടങ്ങിയിട്ട് വസ്ത്രങ്ങൾ ഒക്കെ വേണ്ടവർക്ക് ഓരോരുത്തർക്കും ആർക്കൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ ധാരാളം ദാനകർമ്മങ്ങൾ ചെയ്തു. അങ്ങനെ ആ വിവിധ തരത്തിലുള്ള ആ രത്നങ്ങളും മുത്തുകളൊക്കെ കോർത്തിട്ടുള്ള ശോഭയേറിയിട്ടുള്ള ഒരു മാല ശ്രീരാമചന്ദ്രൻ സുഗ്രീവന് നൽകി. പിന്നെ അംഗദന് തോൾവളകൾ സമ്മാനിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് 3 ലോകത്തിൽ ചേർത്താലും വിലമതിക്കാത്ത അത്രയ്ക്കും ഒരു വലിയതായിട്ടൊരു മുത്തുമാല സീതാദേവിക്ക് നൽകി. ആ മുത്തുമാലയുടെ വില 3 ലോകത്തിനും വിചാരിച്ചാലും 3 ലോകത്തിലും അതിന് വിലമതിക്കാൻ പറ്റിയ മറ്റൊന്ന് പകരം വയ്ക്കാനില്ലാത്ത മുത്തുമാലയാണ് നൽകിയത്. അപ്പോൾ സീതാദേവി അത് സന്തോഷത്തോടു കൂടിയിട്ട് കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. അത് നോക്കിയിട്ട് വേഗം കഴുത്തിൽ നിന്നും ഊരി കയ്യിൽ പിടിച്ചിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുഖത്തേക്ക് നോക്കി, ഹനുമാൻ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കി. കാരണം എന്ത് കൊടുത്താലും മതിയാവില്ല. അമ്മയ്ക്ക് ആ ഒരു പുത്രനെ എന്ത് കൊടുത്താലും മതിയാവില്ല. അതാണ് ആ മാരുതിയുടെ ആ മാതൃവാത്സല്യം ചെയ്ത പ്രവർത്തികൾക്കൊന്നും കൊടുത്താൽ വിലമതിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലും ദേവിക്ക് നിസ്സാരമായിട്ടാണ് തോന്നണം. ഇതെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കുമല്ലോ. ഭഗവാന്റെ മുമ്പിൽ എന്ത് സമർപ്പിച്ചാലും മതിയാവില്ല. എന്നാലും ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല, ഒരു മിഠായി, ഒരു കപ്പലണ്ടി മിഠായി ആയാലും വേണ്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഈ സമർപ്പിക്കണ സമർപ്പണം ഉണ്ടല്ലോ, അത് അത്രയും ഭഗവാൻ സ്വീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആ മാല, ഇത്രയും വിലമതിക്കണ മാല നിസ്സാരമായി ഹനുമാന് കൊടുക്കാൻ നിസ്സാരതയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ മാല എടുത്തിട്ട് ഇങ്ങനെ ഹനുമാന് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നോക്കിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആർക്കാണ് ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചാൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ആ ദേവിയുടെ ആഗ്രഹത്തിന് ആരും തടസ്സം പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അത് ഹനുമാനെ വിളിച്ചിട്ട് ഹനുമാൻ്റെ കഴുത്തിൽ അണിഞ്ഞു കൊടുത്തു. ഹനുമാൻ ഒരുപാട് സന്തോഷമായി. അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ ആ കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് അമ്മയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ഇതിന് പല കഥകൾ പലരും പറയും. പക്ഷേ മഹാത്മാക്കളായിട്ടുള്ളവരെന്നെ പറഞ്ഞെന്ന് വെച്ചാലും ചില കാര്യങ്ങൾ എൻ്റെ ചെറിയ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാറില്ല കേട്ടോ. അതാണ് ഞാനിവിടെ പറയണത്. കാരണം ഇങ്ങനൊരു മുത്തുമാല കൊടുത്തപ്പോൾ വേഗം അവിടെ നിന്ന് ഹനുമാൻ അതെടുത്തു. എന്നിട്ട് ഓരോ മുത്തും കടിച്ചു നോക്കി, അത് ഇങ്ങനെ ഒന്ന് വലിച്ച് എന്നിട്ട് കടിക്കും, എന്നിട്ട് തുപ്പിക്കളയും, കടിക്കും തുപ്പിക്കളയും. അപ്പോൾ അത് സീതയെ ആക്ഷേപിച്ച പോലെ തോന്നി. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ മുത്തിലൊക്കെ രാമനുണ്ടോയെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് രാമനില്ലാത്തതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതൊക്കെ ഒരു കഥ. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഹനുമാൻ എല്ലാത്തിലും രാമനെ കാണുന്നു. എവിടെയാണ് രാമനെ കാണാത്ത? എല്ലാത്തിനും രാമനെ കാണുകയാണ്. ഹനുമാൻ നോക്കണോടത്തൊക്കെ രാമനാണ്. ഹനുമാൻ ഒന്നിനെയും നശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം എല്ലാം ശ്രീരാമനാണ്. ആ ശ്രീരാമനല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ ഒരു അമ്മ, സ്വന്തം അമ്മയുടെ പ്രിയപ്പെട്ട ആ അമ്മയെ പോലത്തെ അമ്മ തന്നെയാണ് ലോകമാതാവായിട്ടുള്ള ആ സാക്ഷാൽ സീതാദേവി കൊടുത്ത ആ ഉപഹാരം ഇങ്ങനെ നശിപ്പിച്ച് കളയോ? ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചെറിയ ബുദ്ധിക്ക് ആലോചിച്ചാൽ മതി. ആ ചെറിയ ബുദ്ധിക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്കങ്ങനെ സാധിക്കുമോ? നമുക്ക് ആരെങ്കിലും ഒരാളൊരു പ്രിയപ്പെട്ട ഒരു സാധനം തന്നെ എത്ര വിലയില്ലാത്തതായാലും വേണ്ടില്ല, എന്നാലും വേണ്ടില്ല, തന്ന ആളുടെ സ്നേഹം അനുസരിച്ച് നമ്മളത് നശിപ്പിച്ച് കളയില്ല. അത് അത്രയും കാരണം അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ പോലും അങ്ങനെ ചെയ്യില്ല വെച്ചാൽ പിന്നെ ഹനുമാൻ സ്വാമി അങ്ങനെ ചെയ്യുമോ? അതൊക്കെ എവിടെ നിന്ന്? ആ ഹനുമാൻ്റെ വലിപ്പം പറയാൻ, രാമനോടുള്ള സ്നേഹം, രാമനോടുള്ള പ്രേമം കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണ ഓരോ കഥകളാണ്. ഇങ്ങനെ ഒരു കഥകളൊന്നുമില്ല. ഒന്നിലും ആ രാമനെ കാണാൻ, എല്ലാത്തിനും രാമനെ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയും രാമനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് സർവ്വപ്രപഞ്ചത്തിനും രാമനെ കാണാൻ സാധിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് ആ മുത്തിൽ നോക്കുമ്പോൾ ഓരോന്നിനും രാമനെ കാണാനേ പറ്റുള്ളൂ. അത്
അത് തൻ്റെ ശിരസ്സിൽ വയ്ക്കാനല്ലാണ്ട് അതിനെ നശിപ്പിക്കാൻ ഉണ്ടാവുന്ന അല്ല. അങ്ങനെ ഒരു കഥ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ എന്തോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ ആ കഥയെ ഇതല്ല. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഹനുമാൻ പറയണില്ലേ, എന്താ ഗോപികമാർക്ക് അഹങ്കാരം വർദ്ധിച്ചു എന്ന് കേൾക്കണ പോലെ തന്നെ എനിക്ക് എടുത്തോളും. അവിടെ പൂവുണ്ട്, കുറച്ചും കൂടെ ആ കൊട്ടയിലുണ്ട്. അപ്പോൾ ആ അഹങ്കാരം വർദ്ധിച്ചു എന്ന് പറയണ അതേ ഭാവമാണ് എനിക്ക് ഈ ഒരു കഥ കേൾക്കുമ്പോൾ വരും. കാരണം ഗോപികമാർക്ക് എങ്ങനെയാണ് അഹങ്കാരം ഉണ്ടാവുക? കാരണം ഗോപികമാരുടെ ശരീരബോധം പോലും ഇല്ലാണ്ടാക്കി ഗോപികമാരെ പരമപവിത്രകളാക്കിയിട്ട് ആ ബ്രഹ്മാനന്ദത്തിനെ അനുഭവിക്കാൻ, സച്ചിദാനന്ദം അനുഭവിക്കാൻ പ്രാപ്തനാക്കി തീർത്തു ഭഗവാൻ. എന്നിട്ടാണ് ഒരു മഹാരാസത്തിന് ആരാ ക്ഷണിച്ചത്? ഭഗവാൻ ക്ഷണിച്ചത്. അപ്പോൾ പിന്നെ എന്താണ് ഗോപികമാർക്ക് സംഭവിച്ചതെന്ന് വിചാരിച്ചാൽ, ആ ഗോപികമാരെ അവരവരുടെ ശരീരബോധം മറന്നു വെച്ചാലും ആ കാണുന്ന കൃഷ്ണരൂപത്തിൽ അവർ വല്ലാതെ ഭ്രമിച്ചു പോയി. കാരണം ആ കൃഷ്ണനെ ഒരു രൂപത്തിൽ കാണുകയാണ്, ശരീരമായിട്ട് ആ കൃഷ്ണനെ കാണുന്നു. അപ്പോൾ അതാ പറയണു, ഞാൻ ഈ ശരീരമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിൽക്കുന്ന ആത്മാവ് തന്നെയാണ് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ സ്വശരീരത്തിൽ നിന്നും, ആ ശരീരം ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും അല്ലേ, ഭഗവാൻ നമ്മുടെ മുമ്പിൽ ആവിരാസി എന്ന് പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ അത് പ്രകടമായ പോലെ തന്നെ അതിനെ ഇല്ലാണ്ടാക്കാനും മറഞ്ഞു നിന്നു. ആ രൂപത്തിൽ നിന്ന് മറഞ്ഞിട്ട് നിന്നു. ആ രൂപത്തിൽ നിന്ന് മറഞ്ഞു നിന്നപ്പോൾ രൂപത്തിനോടുണ്ടായിരുന്നൊരു ഭ്രമം അതില്ലാണ്ടായപ്പോൾ വല്ലാത്ത വിഷമത്തിനെ കൊടുത്തു ഗോപികമാർക്ക്. സങ്കടമായി. കൃഷ്ണൻ വിരഹദുഃഖം അനുഭവിച്ചു. ആ വിരഹദുഃഖത്തിൽ നിന്ന് നമ്മളെന്താ ചെയ്യുക? നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുക, ജോലിക്ക് പോവുക, അത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വലിയ സങ്കടം. ആ വിരഹദുഃഖത്തിൽ നിന്ന് നമ്മൾ മോചനം നേടാൻ ഒന്നിലോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കുട്ടികളെ പറ്റിയിട്ട് പറയും, അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയിട്ട് ചിന്തിക്കും, കുട്ടികളുടെ ഫോട്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ആ വിരഹത്തിനെ ഇല്ലാണ്ടാക്കണം. അതുപോലെ തന്നെയാണ് ഗോപികമാരെ ആ കൃഷ്ണനെ പറ്റി ചിന്തിച്ച്, കൃഷ്ണനെ പറ്റി ആലോചിച്ച്, ആ കൃഷ്ണലീലകളോട് സംഗമേശ ആ കൃഷ്ണലീലകളോട് കൂടിയിട്ട് രമിച്ച് അവർ കൃഷ്ണനിലങ്ങൾ ലയിച്ചപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ സാക്ഷാൽ സച്ചിദാനന്ദം അനുഭവമായിട്ട് തീർന്നു. ആ അനുഭവമായി തീർന്നു. അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഘട്ടം വന്നെത്തിയപ്പോൾ ആ ഗോപികമാർ ആദ്യം ആ കൃഷ്ണനെ കാണാണ്ട് കരഞ്ഞ ഗോപികമാർ തന്നെ പറഞ്ഞു, ഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മാതൃക്ക്. അപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തു, എല്ലാവരുടെ ഉള്ളിലും അന്തരാത്മാവായിട്ട് എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന ഭഗവാനാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാൻ എന്ത് ചെയ്തു? ആ സാക്ഷാൽ മന്മഥനായിട്ട് ആ രൂപം അവരുടെ മുമ്പിലേക്ക് പ്രകടമാക്കി കൊടുത്തു. ഈ രൂപത്തിൽ മാത്രമാണ്, അതാണ് സൗഭഗമതം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ആ ഭഗവാൻ, ആ സുഭഗനായിട്ടുള്ള ഭഗവാനിൻ്റെ രൂപത്തിൽ മാത്രം ഒരു ആകർഷണ, രൂപത്തിൽ മാത്രം. ആദ്യം ഭഗവാൻ അങ്ങനെയാണ്, രൂപം കൊണ്ട് നമ്മളെ ആകർഷിക്കും, അത് കഴിഞ്ഞിട്ട് ആ രൂപം അങ്ങോട്ട് മറയ്ക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഈശ്വരഭാവത്തിനെ നിറയ്ക്കുക. അപ്പോൾ ആ രൂപം കൊണ്ട് തന്നിലേക്ക് ആകർഷിച്ചിട്ട് ആ രൂപത്തിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ട് ഈ രൂപമല്ല ഞാൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണ പോലെ ആ ഭഗവാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ രൂപത്തിൽ മാത്രം ഭ്രമിച്ചിരിക്കുന്ന അവർ ഇനി അവിടെ നിന്ന് മധുര വൃന്ദാവന ലീലകൾ കഴിഞ്ഞ് മധുരാ ലീലയ്ക്ക് വേണ്ടി പോകണം. അത് കഴിഞ്ഞ് ദ്വാരകയിലേക്ക് പോകണം. അനവധി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഭഗവാന്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തീർക്കാൻ ഭഗവാൻ പോകുമ്പോൾ ഈ ശരീരമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചിരുന്നാൽ ഈ ഗോപികമാർക്ക് ച്യുതി സംഭവിക്കും. അതുകൊണ്ട് ആ ഭഗവാൻ തൻ്റെ രൂപമല്ല, എല്ലാവരും ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നതാണെന്ന് മനസ്സിലായിട്ട് ആത്മാനന്ദത്തിനെ അനുഭവമാക്കി കൊടുത്തു. ഓരോരുത്തരുടെ കൂടെയും കൃഷ്ണൻ ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ആ കൃഷ്ണൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അനുഭവമായി. കൃഷ്ണൻ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിച്ചു. അതാണ് ഓരോ കൃഷ്ണൻ്റെ കൂടെയും ഓരോ ഗോപികമാരുടെയും കൂടെ കൃഷ്ണൻ രാസക്രീഡ കളിച്ചു എന്ന് പറഞ്ഞാൽ
അവർ ഏറ്റവും പരമമായിട്ടുള്ള ആ രസത്തെ അനുഭവിച്ചു. ആ പരമമായ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് അനുഭവിക്കുന്നതല്ല, ആത്മാവിനെ കൊണ്ട് ആത്മാനന്ദം കൊണ്ട് അനുഭവിക്കുന്നതാണ്. ആ രസത്തെ അനുഭവിക്കുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭാവമാണ്. അതുപോലെ അങ്ങനെയുള്ളതാണ് ഗോപികമാരെ. അപ്പോൾ അവർക്ക് അഹങ്കാരം വർദ്ധിക്കണമെന്നും പറയുമ്പോൾ എനിക്കറിയില്ല, എൻ്റെ അറിവില്ലായ്മയാണോ എന്ന് അറിയില്ല, എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയാൻ. അതുപോലെ ഹനുമാൻ സ്വാമി ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനും ഒരു ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ശ്രീരാമചന്ദ്ര പ്രഭു ആ ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് ഹനുമാനോട് ചോദിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ പറയണത്? പറയുന്നത് കേൾക്കുന്നുണ്ടോ? വായിച്ചിട്ടാ വായിച്ചിട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ ഹനുമാന് വേണ്ടതായിട്ടുള്ള അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ് എന്ത് വേണം, എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ ചോദിച്ചോളൂ എന്ന് ഹനുമാനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, ആ ഹനുമാനോട് ചോദിക്കുന്നു എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ ചോദിക്കുന്നു, ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം പ്രപഞ്ചമുള്ളിടത്തോളം കാലം അങ്ങയുടെ പേരും ചരിത്രവും ഉള്ളിടത്തോളം കാലം ഈ ഭൂമിയിൽ വാഴാനായിട്ട് അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. എന്നാണ് എല്ലാം ഉള്ളിടത്തോളം കാലം, അതായത് രാമനാമവും രാമകഥകളും എത്ര കാലം ഉണ്ടോ അത്രയും കാലം, എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ഈ രാമനാമത്തിന് രാമകഥകളും അത്രയും കാലം. ത്രേതായുഗത്തിലെ കഥയാണ് ഇപ്പം നമ്മളോട് ഇരുന്ന് കലിയുഗത്തിൽ പറയണത് അല്ലേ. അപ്പോൾ ഇത് ഇല്ലാണ്ടാവണ വരെ എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയാണ് ഹനുമാൻ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് വേണം, നിരന്തരം നാമം ജപിക്കാനും എനിക്ക് സാധിക്കണം, നിരന്തരം ജപം കേൾക്കാനും എനിക്ക് സാധിക്കണം. ആരൊക്കെ എവിടെയൊക്കെ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ സൂക്ഷ്മഭാവത്തിൽ വന്നിരുന്ന് ആ കഥകൾ കേൾക്കാനായിട്ട് എനിക്ക് ഇടവരണം. ഇതൊന്നും എത്ര കേട്ടാലും എനിക്ക് തൃപ്തി വരില്ല. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് വേറെ ഒരു വരവും വേണ്ട. ആ അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് അങ്ങയുടെ കഥകൾ കേൾക്കാൻ മാത്രം മതി. അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടായാൽ മതി എന്ന് ഹനുമാൻ സ്വാമി ചോദിക്കുന്നു. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയിലെ ഞാൻ വായിച്ചിട്ട് പറയാൻ ബാക്കി പറയുന്നത്. ജാനകീ ജീവനസ്മരണം ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്യതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വാപവിത്രയാം കീർത്തിയം പൊങ്ങിച്ചു വിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈധവ്യ ദുഃഖം വനീതമാക്കില്ലരു വ്യാധീഭയാവും ഒരു തർക്കുമില്ലല്ലോ സസ്യസമ്പൂർണയല്ലോ ധരിത്രിയും ദാസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ ബാലാമരണമകപ്പെടാറുമില്ല കാലേ പരീക്ഷിക്കുമല്ലോ ഗണങ്ങളും രാമാപൂജാപരന്മാർ നരന്മാർ ഭൂയി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇറക്കം വരുത്തുകില്ലേതുമേ എല്ലാവനും ഉണ്ടനു കമ്പമാനത്തെ നല്ലതൊഴിഞ്ഞു ചിന്തിച്ച എല്ലാവർക്കുമേ. കേൾക്കുന്നുണ്ടോ? ഹരേ രാമ ഹരേ രാമ ഉറക്ക നാമം ചെല്ലുമ്പോൾ ഒക്കെ ശരിയാവും. രാമ രാമ ഹരേ ഹരേ ഹരേ
കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗന്യതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വാപമിത്രയാം കീർത്തിയും പൊങ്ങിച്ചു വിശേഷ സൗഖ്യം വരുത്തി വർഗങ്ങൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരോടിനാൽ വൈധവ്യ ദുഃഖം വനിതകൾക്കില്ലൊരു ഭയവും ഒരു തർക്കുമില്ലല്ലോ സസ്യാപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ ബാലാമരണമകപ്പെടാറുമില്ല കാലേ പരീക്ഷിക്കുമല്ലോ ഘനങ്ങളും രാമപുരാവരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ എല്ലാവനും ഉണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ തന്ത നോക്കുമാറില്ലാരുമേ പരാതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് ചിന്തയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തരാസുഖമെന്തോന്നിതിൽ പരം വൈകുണ്ഠ ലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാൻ. രാമായണ മാഹാത്മ്യം. അധ്യാത്മരാമായണം ഇതെത്രയും അത്യുത്തമം. മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്തിൽ മർത്യനു ജഗന്മനാ മുക്തി സിദ്ധിക്കുമില്ല അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യമതിപ്രദം ശത്രുവിനാശനാമാരോഗ്യവർദ്ധനം ദീർഘായുർ അർത്ഥപ്രദം പവിത്രം വരം സൗഖ്യപ്രദം സകലാധിഷ്ഠദായകം. ഭക്ത്യാ പഠിച്ചിലും ജ്വൽകിലും ദർശനേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷിക്കു പുത്രനെയും തഥാ സിദ്ധിക്കുമാര്യാജനങ്ങളിൽ സന്തതം. വിദ്യാഭിലാഷി മഹാബുദ്ധനായി വരും. വന്ധ്യായുവാദി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാവും അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടും. അത് കേട്ടിടിൽ അർത്ഥവാനായി വരും.
ദുർഗമെല്ലാം ജയിക്കായി വരും അതി ദുഃഖിതങ്കൽക്കിൽ സുഖിയായി വരും അവൻ ഭീതാനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതങ്കൽക്കീലവനാതുരനായി വരും ആത്മാർത്ഥയുടനുണ്ടാകും ആദികാലെല്ലാം അകന്നുപോം നിർണയം ദേവാപിതൃഗണാതാപാസൗമിഖ്യന്മാരേറ്റവും അവരുമേറ്റം പ്രസാദിക്കും അത്യരം കൽമഷാമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരാനത്തി സുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധഭക്തിയാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടാവെന്നിങ്ങനെ ബദ്ധമോദം പരാമർശാമിതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ജാനകീ ജീവനസ്മരണം. ഹനുമാൻ സ്വാമിയോട് ഹനുമാനോട് ചോദിക്കുന്നു, എന്താണ് ഇനി വേണ്ടത്, എന്തനുഗ്രഹമാണ്, എന്ത് ചോദിച്ചാലും തരാം, ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ പറയണു, എനിക്ക് ഒന്നും വേണ്ട, അങ്ങയുടെ എന്നാണോ ആ രാമനാമം നിലനിൽക്കുന്നിടത്തോളം കാലം, ആ രാമകഥകൾ നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ ഭൂമിയിൽ കഴിയാൻ പറ്റണം. എൻ്റെ ഓരോരോ രോമകൂപങ്ങളെ കൊണ്ടും രാമകഥകൾ കേൾക്കാൻ പറ്റണം, രാമകഥകളെ കേട്ട് ആനന്ദിക്കാൻ പറ്റണം എന്ന് അനുഗ്രഹം മേടിക്കുകയാണ്. അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ ഉള്ളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടായാൽ മതി. അതാരാ പറയണേ? ഹനുമാൻ സ്വാമി. ഇത് നമ്മൾ പറയും രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമി ശപിക്കുന്നു, സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല, അങ്ങനെ വായിക്കാൻ പാടില്ല. സദാ എന്നാണ് ഇവിടെ രാമായണം. അതാണ് ഈ രാമായണത്തിൻ്റെ ഫലശ്രുതി പറയുമ്പോൾ പറയും, ദരിദ്രം കേട്ടാൽ ധനം ഉണ്ടായിട്ട് വരും, ദുഃഖാർത്തി കേട്ടാൽ സുഖം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ദാരിദ്ര്യം വിട്ടു കഴിഞ്ഞിട്ട് പോണില്ല, നമ്മുടെ ദുഃഖങ്ങളൊന്നും തീരണില്ല. ഇതെന്താന്ന് ചോദിച്ചാൽ കേട്ടാൽ എന്നാണ് പറയണത്. കേൾക്കേണ്ടതുപോലെ കേൾക്കണം. കേട്ട് കളയാം, എന്നിട്ട് കേട്ടിട്ട് കാര്യമില്ല. കേട്ട് കളയാനുള്ളതല്ല, കേൾക്കുന്നതിനെയെല്ലാം മനനം ചെയ്ത് വേണ്ടതുപോലെ അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഇതെല്ലാം ഇല്ലാണ്ടായിട്ട് തീരും, ദുഃഖങ്ങളില്ലാണ്ടായിട്ട് തീരുന്നതിനൊരു സംശയവും ഇല്ല, ഉറപ്പാണത്. പക്ഷെ കേൾക്കേണ്ടതുപോലെ നമ്മൾ കേൾക്കണില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഇവിടെ വന്നിരിക്കുമ്പോഴും 100 കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് ചെന്നാൽ അങ്ങോട്ട് പോകണം, അവിടെ ചെന്നാൽ അങ്ങനെ വേണം, ആ കല്യാണത്തിന് പോകണം, അവിടേക്ക് പോകണം, അവരവിടേക്ക് പോകണം, ഇതൊക്കെയുള്ള ചിന്തകളെ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടാൻ അടുപ്പത്ത് വെച്ചുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. ചെന്നിട്ട് വേണം കൂട്ടാൻ വയ്ക്കാൻ. അപ്പോഴേക്ക് അപ്പുറത്ത് ആരെങ്കിലും വരികയാവോ, ഇന്ന് ഒരു പാഴ്സൽ വരാമെന്ന് വെച്ചിട്ടുണ്ട്, അയാളെങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ OTP കിട്ടാണ്ട് അയാൾ തിരിച്ചു പോവാമോ, ഇതൊക്കെയാണ് ഇവിടെ ഇന്ന് ചിന്തിക്കണേ. പിന്നെ അങ്ങനെയാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. നമ്മൾ ഒരിക്കൽ പോലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഭഗവാൻ ഇരുത്തിക്കണമെന്നുള്ളൂ. നമ്മൾ പറയണ ആളായാലും കേൾക്കണ ആളായാലും ഒന്നും കേൾക്കണമില്ല, ഒന്നുമില്ല. പറയുന്ന ആളുടെ ഉള്ളിലിരുന്നിട്ടാണ് പറയുന്നത്, അവർ പോലും വേണ്ട പോലെ കേൾക്കണില്ല. പിന്നൊക്കെ മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളിത് പകർത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഒഴിയുള്ളൂ. അതുകൊണ്ടാണ് അത് പകർത്താത്തത് കൊണ്ടാണ് രാമൻ ശപിക്കും, രാമൻ കോപിക്കും, രാമായണം അപ്പോൾ വായിക്കാൻ പാടില്ല, ഇപ്പോൾ വായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും വിധത്തിൽ നിന്ന് നമ്മളെ ഇതിൽ നിന്നൊക്കെ കോപിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലത് ചെയ്തില്ലെങ്കിലും ചീത്ത ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമ്മളിതൊന്നും ചെയ്യില്ല. അങ്ങനെ നമ്മളെ ഇതിൽ നിന്നൊക്കെ വിമുഖത വരുത്തി കഴിഞ്ഞാൽ ഈ സനാതന ധർമ്മമൊന്നും ഇല്ലാണ്ടാവും എന്നാണ് വിചാരം. അതൊന്നും ഒരു നിലയ്ക്ക് ഇല്ലാണ്ടാവില്ല. ഒരു നിലയ്ക്ക് തളർത്താൻ നോക്കുമ്പോൾ വേറെ നിലയ്ക്ക് നിന്ന് അത് തളിർത്ത് വന്നോളും. അതിനൊരിക്കലും നാശമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ കർമ്മപ്രാരാബ്ദം കൂടുന്നല്ലാണ്ട് നമ്മളിത് വായിക്കാണ്ടിരുന്നാൽ വായിച്ചുകൊണ്ട് അപകടം ഉണ്ടാവിച്ചിട്ടാണ് വായിക്കാത്ത. എന്നിട്ട് വായിക്കാണ്ടിരുന്നിട്ട് അപകടമൊന്നും ഉണ്ടാവണില്ലേ, നല്ല സുഖമായിട്ടാണ് ജീവിക്കണം. രാമായണം വായിക്കാത്ത കാരണം ഞാൻ സന്തോഷമായിട്ടാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമുക്ക് വരണത് വായിച്ചാലും വായിച്ചില്ലെങ്കിലൊക്കെ ഉണ്ടാവും. എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷവും സങ്കടമൊക്കെ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ അതൊക്കെ നമുക്ക് എന്തായാലും അനുഭവിക്കണം. പക്ഷേ ഇതുപോലെയുള്ള കഥകൾ കയ്യിലെടുത്ത് എല്ലാത്തിനും ആശ്രയഭൂതനായിട്ടുള്ള ഭഗവാൻ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് പരിഭ്രമങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് എന്ത് തന്നെ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവും. പിന്നെ വന്നു ചേരുന്നതെല്ലാം നമ്മുടെ കർമ്മപ്രാരാബ്ദമാണെന്ന് തിരിച്ചറിയുമ്പോൾ
ആവലാദികളൊക്കെ ഇല്ലാണ്ടിരിക്കും. അപ്പോൾ നമുക്കതിനെ ഓരോ ഘട്ടത്തിനെയും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ ധാരാളം നാമം ജപിക്കുമ്പോൾ പൂർവ്വജന്മാർജിതമായിട്ടുള്ള വാസനയുടെ ആ വാസനകളെല്ലാം കർമ്മവാസനകളെല്ലാം വേരറ്റ് ഇല്ലാണ്ടായി പോകും. പിന്നെ നമുക്ക് ജനന മരണങ്ങളിൽ ചെന്ന് പെടേണ്ടി വരില്ല. നമ്മൾ ഈശ്വരനെ അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇപ്പോൾ ചെയ്യണം, ഇപ്പോഴും ചെയ്യും. ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ അതനുഭവിച്ച് ഇനിയും ജനിക്കണം. അപ്പോൾ ഇപ്പോഴെങ്കിലും ഈശ്വരനോട് മനസ്സ് ചേർത്ത് വെച്ചാൽ അതിന് വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഋഷീശ്വരന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിതൊക്കെ പാരായണം ചെയ്യുക വേണ്ടേ. ഉത്തരരാമായണം കൂടിയും പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ് ശരിക്കും വേണ്ടത്. അപ്പോഴേ നമ്മൾ ആ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ആ ഉത്തരരാമായണം ചിങ്ങമാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, വിരോധമൊന്നുമില്ല. നമുക്കിതുപോലെ പാരായണം ചെയ്ത് കഥ പറയാം. വ്യാഴാഴ്ച നാമജപം ചെയ്യുന്ന പോലെ ഒരു ദിവസം കൂടിയും സത്സംഗം ഉണ്ടായാൽ അത് ഏത് ദിവസമാണെന്ന് വെച്ചാൽ നിശ്ചയിച്ചിട്ട് നമുക്കതുപോലെ ചെയ്യാം. അതുകൊണ്ടതാ ഇങ്ങനെയുള്ള ഹനുമാനോട് ഹനുമാൻ ചോദിച്ചപ്പോൾ ആ ശ്രീരാമചന്ദ്രപ്രഭു പറഞ്ഞു, എൻ്റെ കഥ ഉണ്ടാവണോടത്ത കാലം അങ്ങനെ ജീവൻ മുക്തനായിട്ട് വാഴൂ, ഭക്തി കൊണ്ട് മാത്രമേ ബ്രഹ്മത്വം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി നിനക്ക് ഒന്നും ചെയ്യാണ്ട് നീ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട്, അതാണ് അമ്മയുടെ അനുഗ്രഹം. ഈ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ ഭക്തിയോടുകൂടി ഇരിക്കുമ്പോൾ അമ്മ അനുഗ്രഹിക്കും. യാതൊരു ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് എല്ലാം നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് യാതൊരു തടസ്സങ്ങൾ, ഇപ്പോൾ നമ്മളിവിടെയൊക്കെ തടസ്സമില്ലാണ്ടെന്ന് വായിച്ച് സമർപ്പിക്കുന്നുണ്ട്. എന്താ കാരണം? ആ അമ്മയുടെ അനുഗ്രഹമാണ്. യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ടത് ആവട്ടെ. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അത് വിഘ്നമായിട്ട് വന്നത് വായന മുടങ്ങിയില്ല നമ്മുടെ, അത് തന്നെ ഭാഗ്യമല്ലേ. അപ്പം അതുകൊണ്ട് ആനന്ദക്കണ്ണീർ നിറഞ്ഞോട് കൂടിയിട്ട് ഭഗവാന്റെ ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ കഴുകിയിട്ട് ഹനുമാൻ സ്വാമി ഹിമാലയ സാനുക്കളിൽ പോയിട്ട് ഇന്നും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എവിടെ രാമകഥ പറയണോ അവിടെയൊക്കെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ട്. ഇത് വെറുതെ പറയല്ല, സത്യമായിട്ടും ആ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ഹനുമാൻ പ്രതീകമായിട്ട് വരുമ്പോൾ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് നമ്മുടെ കൂടെ സാന്നിധ്യം ഉണ്ട്. എപ്പോൾ രാമനാമം ജപിക്കണോ, എപ്പോൾ രാമകഥകൾ പറയണോ, അപ്പോൾ ആ ശ്രീരാമ ഭക്തോത്തമനായിട്ടുള്ള അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ശ്രീരാമ ഭക്തോത്തമ ആഞ്ജനേയ ശ്രീരാമദൂത അടിയന്തൊഴുന്നൻ ശ്രീരാമനിൽ താവക ഭക്തി പോലെ. ആ പ്രേമഭക്തിക്ക് ഞാനത് ശ്രീകൃഷ്ണ ഭക്തിക്ക് അടിയന്തൊഴുന്നെന്ന് എഴുതി വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ എനിക്ക് ആ കൃഷ്ണനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാന്റെ പാദപത്മത്തിൽ ഭക്തി ഉണ്ടാവാനായിട്ട് ആ ഹനുമാൻ സ്വാമിയോട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ഗുഹനെ വിളിച്ചു, ഗുഹനെ പറഞ്ഞയച്ചു. പിന്നെ സുഗ്രീവനെയും അങ്ങനെ എല്ലാവരെയും കിഷ്കിന്ധയിലേക്ക് പറഞ്ഞയച്ചു. അതുപോലെ വിഭീഷണനെ പറഞ്ഞയച്ചു. ഈ വിഭീഷണൻ പോവാൻ മടിച്ച് നിന്നുത്ര ഭഗവാനെ അടുത്തുനിന്ന് പോവാൻ മടിച്ചിട്ട്, ആ രാമനെ ഉപേക്ഷിച്ച് പോകാൻ മടിച്ചിട്ട് നിന്നപ്പോൾ ആ ഭഗവാൻ തൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം തൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കൊടുത്തു. ആ വിഗ്രഹം കൊണ്ട് വിഭീഷണൻ പോവുകയാണ്. പക്ഷേ ആ വിഗ്രഹം കൊണ്ട് പോകുമ്പോൾ അത് ലങ്കയിലേക്ക് എത്തണേക്കാളും മുമ്പ് ഋഷീശ്വരന്മാരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ശ്രീരംഗത്ത് വെച്ച് ആ ശ്രീരംഗത്തെത്തിയപ്പോൾ അവിടെ വെച്ച് സന്ധ്യാവന്ദനം ചെയ്യാനായിട്ട് വിഭീഷണൻ അവിടെ വെച്ചപ്പോൾ അത് ആ ശ്രീരംഗത്ത് ഉറച്ചു. അതാണ് ശ്രീരംഗനാഥൻ എന്ന് പറയും. അത്രയും സൗന്ദര്യമാണ് ശ്രീരംഗനാഥന്. അങ്ങനെ നിൽക്കണ ശ്രീരംഗനാഥൻ പറയും, എൻ്റെ ദൃഷ്ടി എപ്പോഴും, ഞാനിവിടെയാണെങ്കിൽ എൻ്റെ ദൃഷ്ടി എപ്പോഴും വിഭീഷണ നിങ്ങളുടെ രാജ്യത്താണ്, പൊക്കോളൂ, നല്ലത് വരും എന്ന് പറഞ്ഞു. ആ ശ്രീരംഗനാഥൻ അവിടെ ഇരിക്കുന്നത്. ശ്രീരംഗനാഥൻ വിഭീഷണൻ ഭഗവാൻ നേരിട്ട് തൻ്റെ ഹൃദയകമലത്തിൽ നിന്നും എടുത്ത് ആവിർഭവിച്ച ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഹൃദയകമലത്തിൽ നിന്ന് ആവിർഭവിച്ചതാണെന്നൊക്കെ മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും യാത്രയാക്കി ആ സീതാദേവിയോട് കൂടിയിട്ട് ലോകം മുഴുവനും കീർത്തി വരുത്തിക്കൊണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു താമസിച്ചു.
അങ്ങനെ ആ കാലത്ത് രോഗങ്ങളോ വൈധവ്യങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ശ്രീരാമനെ പൂജിച്ചു, എല്ലാവരും രാമനാമങ്ങൾ ജപിച്ചു, സന്ധ്യാവന്ദനങ്ങളൊക്കെ ചെയ്തു. ആർക്കും പരസ്പരം ദുർവിചാരങ്ങൾ ഉണ്ടായിട്ടില്ല. അന്യൻ്റെ ധനം മോഹിക്കുക ഇല്ല, പരസ്പര സംശയാലുക്കളായിരുന്നില്ല, എല്ലാവർക്കും പരസ്പര സ്നേഹമായിരുന്നു. ഒരു അച്ഛൻ എങ്ങനെയാണോ തൻ്റെ കുട്ടികളെ സംരക്ഷിക്കണേ അതുപോലെ ശ്രീരാമചന്ദ്ര പ്രഭു ആ രാമരാജ്യം സംരക്ഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെ മഹാദേവൻ പറഞ്ഞ ഈ ഒരു രാമായണത്തിൻ്റെ ഈ ഭാഗം ആരാണോ പാരായണം ചെയ്യണത്, ഈ ഗ്രന്ഥത്തിൻ്റെ ഈ ഒരു ഭാഗം ഇനിയുണ്ട് കേട്ടോ, അടുത്തതുണ്ട് ഉത്തരരാമായണം, അതും കൂടി ചെയ്താലേ പൂർണ്ണമാവുള്ളൂ. അവർക്ക് എല്ലാ വിധത്തിലുള്ള ശത്രുഭയങ്ങളും ഇല്ലാണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, ദീർഘായുസ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. എന്നിട്ട് എന്താ ഉണ്ടാവാത്തതെന്ന് ചോദിച്ചാൽ വേണ്ടതുപോലെ അത് ശ്രവിക്കണം, ഇത് കേൾക്കുന്നവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ലൗകികമായിട്ടുള്ള ബന്ധത്തിൽ പെട്ടു പോയവർക്കൊക്കെ ആ ഗ്രന്ഥം പാരായണം ചെയ്താൽ മുക്തി ഉണ്ടാവും എന്ന് പറയണം. അത് കഴിഞ്ഞ് ഉത്തരരാമായണം വായിക്കുമ്പോൾ എന്താ പറയുക, എങ്ങനെയാണോ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൂടെ എല്ലാവരും സരയൂല് ഇറങ്ങിയിട്ട് മുങ്ങിയിട്ട് മുക്തി പ്രാപിച്ചത്, അതുപോലെ അവർക്കൊപ്പം നമുക്ക് മുക്തി ലഭിക്കാൻ സാധിക്കും എന്നാണ് അതിൻ്റെ മഹാത്മ്യം പറയണത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇവിടെ വായിച്ച് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിട്ട് ഒരർച്ചന നടത്തിയിട്ട് യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാനായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അവർ കേൾക്കാണ്ടിരിക്കില്ല. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദമില്ല ഉണ്ടാക്കാണ്ട് വർത്തമാനങ്ങൾ പറയാണ്ട് നാമജപത്തോടു കൂടി എഴുന്നേറ്റ് കസാരകളൊക്കെ ശബ്ദമില്ലാണ്ട് ഒരിക്കലേക്ക് ഒതുക്കിയിട്ടിട്ട് 2 വരിയായിട്ട് പായ മടക്കി വിരിച്ച് ഈ വിളക്കുകളുള്ള വിളക്കുകൾ നിരത്തി വയ്ക്കുക. എന്നിട്ട് അത് നമ്മൾ ആൾക്കാർ ഒരു വിളക്കിൻ്റെ അടുത്ത് എത്ര ആളിരിക്കണം എന്നാൽ വിളക്ക് എത്ര ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാവും. എന്നിട്ട് അത് മതി, ഈ വിളക്ക് തന്നെ മതി, കുറേ വിളക്കുകൾ വേണ്ട. എന്നിട്ട് ഓരോരുത്തരുടെ അടുത്തത് കുറച്ച് ഒരിലയിൽ കുറച്ചധികം പൂക്കൾ വയ്ക്കുക. ആ പൂവിൽ നിന്ന് തന്നെ എല്ലാവരും എടുത്താൽ മതി. എന്നിട്ട് അർച്ചന ചെയ്യാൻ ആയിട്ട് നമുക്കിവിടെ സജ്ജീകരിക്കാം. അതുവരെ നമുക്ക് നാമം ജപിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ജാനകി ജീവനസ്മരണം ജാനകി ജീവനസ്മരണം നമ്മുടെ മുന്നിലിരിക്കുന്ന വിളക്ക് ഭഗവാന്റെ പാദങ്ങളാണ് എന്ന് സങ്കല്പിച്ചിട്ട് ഇതുവരെ ചെയ്ത എല്ലാ വിധത്തിലുള്ള അപ്പം നമ്മളിതാ ഒരു മാസം മുഴുവനോടി ഇരുന്ന് ആ രാമായണം കേട്ടു. അത് മുഴുവനും ഇതാ ഭഗവാനെ അവിടുത്തെ പാദത്തിൽ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സങ്കടങ്ങളും തീർത്ത് ഞങ്ങളെ എപ്പോഴും ഈ ഭഗവാന്റെ പാദത്തിൽ ഭക്തിയുള്ളവരാക്കി തീർക്കണേ
എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടാവണേ. സത്സംഗങ്ങളിൽ ഇരിക്കാൻ സാധിക്കണേ. ധാരാളം നാമം ജപിക്കാൻ സാധിക്കണേ. എന്തൊക്കെയാണോ അവരവരുടെ ആഗ്രഹങ്ങൾ അതിനെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട്, എന്താണോ ഭഗവാനെ അവിടുത്തെ ഇച്ഛ, അതുപോലെ എന്താണോ എനിക്ക് ഉചിതമായത് അതുപോലെ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തു തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ ഭഗവാന്റെ നാമാവലി, ശതനാമാവലി, അഷ്ടോത്തര ശതനാമാവലി ജപിച്ചിട്ട് സമർപ്പിക്കാം. ഇവിടെ പറഞ്ഞു തരുന്നത് ഒരുമിച്ച് നോക്കി ഇങ്ങനെ വായിക്കണ്ട. ഇവിടെ പറയുമ്പോൾ അത് ഏറ്റു പറയുക. എന്നിട്ട് ഓരോ പുഷ്പങ്ങൾ, കുറേ പുഷ്പമൊന്നും വേണ്ട, ഓരോ പുഷ്പങ്ങൾ അർച്ചിക്കുക കേട്ടോ. അത്രയും മതി. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമഭദ്രായ നമഃ. ഓം ശാശ്വതായ നമഃ. ഓം രാജീവലോചനായ നമഃ. ഓം ശ്രീമദേ നമഃ. ഓം രാജേന്ദ്രായ നമഃ. ഓം രഘുപുംഗവായ നമഃ. ഓം ജാനകീവല്ലഭായ നമഃ. ഓം ജൈത്രായ നമഃ. ഓം ജിതാമിത്രായ നമഃ. ഓം ജനാർദ്ദനായ നമഃ. ഓം വിശ്വാമിത്രപ്രിയായ നമഃ. ഓം ദാന്തായ നമഃ. ഓം ശരണത്രാണതൽപരായ നമഃ. ഓം ബാലിപ്രമഥനായ നമഃ. ഓം വാഗ്മിനേ നമഃ. ഓം സത്യവാജേ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം സത്യവ്രതായ നമഃ. ഓം വ്രതധരായ നമഃ. ഓം സദാ ഹനുമന്താശ്രിതായ നമഃ. ഓം കൗസലേയായ നമഃ. ഓം ഖരധ്വംസിനേ നമഃ. ഓം വിരാധവധപണ്ഡിതായ നമഃ. ഓം വിഭീഷണപരിധാത്രേ നമഃ. ഓം ഹരകോദണ്ഡഗണ്ഡനായ നമഃ. ഓം സപ്തദാലപ്രഭദ്രേ നമഃ. ഓം ദശഗ്രീവശിരോഹരായ നമഃ. ഓം ജമദഗ്ന മഹാദർപ്പദളനായ നമഃ. ഓം താടകാന്തകായ നമഃ. ഓം വേദാന്തസാരായ നമഃ. ഓം വേദാത്മനേ നമഃ. ഓം ഭവരോഗസ്യ ഭേഷജായ നമഃ. ഓം ദൂഷണത്രിശരോഹന്ത്രേ നമഃ. ഓം ത്രിമൂർത്തയേ നമഃ. ഓം ത്രിഗുണാത്മകായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. ഓം ത്രിലോകാത്മനേ നമഃ.
പുണ്യചാരിത്ര കീർത്തനായ നമഃ. ഓം ത്രിലോകരക്ഷകായ നമഃ. ഓം ധ്വംസിനേ നമഃ. ഓം ധന്വിനേ നമഃ. ഓം ദണ്ഡകാരണ്യകർത്തനായ നമഃ. ഓം അഹല്യാശാപശമനായ നമഃ. ഓം പിതൃഭക്തായ നമഃ. ഓം വരപ്രദായ നമഃ. ഓം ജിതേന്ദ്രിയായ നമഃ. ഓം ജിതക്രോധായ നമഃ. ഓം ജിതാമിത്രായ നമഃ. ഓം ജഗദ്ഗുരുവേ നമഃ. ഓം ഋഷവാനരസംഘാതേ നമഃ. ഓം ചിത്രകൂടസമാശ്രയായ നമഃ. ഓം ജയന്തത്രാണവരദായ നമഃ. ഓം സുമിത്രാപുത്രസേവിതായ നമഃ. ഓം സർവവേദാദിദേവായ നമഃ. ഓം സർവദേവാധിദേവായ നമഃ. ഓം മൃതവാനരജീവനായ നമഃ. ഓം മായാമാരീജഹന്ത്രവേ നമഃ. ഓം മഹാദേവായ നമഃ. ഓം മഹാഭുജായ നമഃ. ഓം സർവദേവസ്തുതായ നമഃ. ഓം സൗമ്യായ നമഃ. ഓം ബ്രഹ്മണ്യായ നമഃ. ഓം മുനിസംസ്തുതായ നമഃ. ഓം മഹായോഗിനേ നമഃ. ഓം മഹോദരായ നമഃ. ഓം സുഗ്രീവേപ്സിതരാജ്യതായ നമഃ. ഓം സർവപുണ്യാധികഫലായ നമഃ. ഓം സ്മൃത സർവാഘനാശനായ നമഃ. ഓം ആദിപുരുഷായ നമഃ. ഓം പരമപുരുഷായ നമഃ. ഓം മഹാപുരുഷായ നമഃ. ഓം പുണ്യോദയായ നമഃ. ഓം ദയാസാരായ നമഃ. ഓം പുരാണപുരുഷോത്തമായ നമഃ. ഓം സ്മൃതവക്ത്രായ നമഃ. ഓം മിതഭാഷിണേ നമഃ. ഓം പൂർവഭാഷിണേ നമഃ. ഓം രാഘവായ നമഃ. ഓം അനന്തഗുണഗംഭീരായ നമഃ. ഓം ധീരോദാത്ത ഗുണോത്തമായ നമഃ. ഓം മായാമനുഷ്യചരിത്രായ നമഃ. ഓം മഹാദേവാദിപൂജിതായ നമഃ. ഓം സേതുകൃതേ നമഃ. ഓം ജിതാവരാശയേ നമഃ. ഓം സർവതീർത്ഥായ നമഃ. ഓം ഹരയേ നമഃ. ഓം ശ്യാമാംഗായ നമഃ.
ഓം സുന്ദരായ നമഃ. ഓം ശൂരായ നമഃ. ഓം പീതവാസസേ നമഃ. ഓം ധനുർധരായ നമഃ. ഓം സർവയജ്ഞാധിപായ നമഃ. ഓം യഞ്ജുനേ നമഃ. ഓം ജരാമരണവർജിതായ നമഃ. ഓം വിഭീഷണപ്രതിഷ്ഠാത്രേ നമഃ. ഓം സർവാഭരണവർജിതായ നമഃ. ഓം പരമാത്മനേ നമഃ. ഓം പരബ്രഹ്മണേ നമഃ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമഃ. ഓം പരസ്മൈ ജ്യോതിഷേ നമഃ. ഓം പരസ്മൈ ധാംനേ നമഃ. ഓം പരാകാശായ നമഃ. ഓം പരാൽപരായ നമഃ. ഓം പരേശായ നമഃ. ഓം പരാഗായ നമഃ. ഓം പരായ നമഃ. ഓം സർവദേവാത്മകായ നമഃ. ഓം പരസ്മൈ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ. ഓം ലോകാഭിരാമായ നമഃ. പൂക്കള് കയ്യിലുണ്ടെങ്കിൽ കുറച്ചും കൂടി പൂവ് എല്ലാവരും ഇതുപോലെ കയ്യിലെടുത്ത് പിടിച്ചോളും. ഹരേ രാമ ഹരേ രാമ, വേണ്ട കൈ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ. എല്ലാവരും മനസ്സിലെ ജാനകി ജീവനസ്മരണം, എല്ലാവരും മനസ്സിൽ സീതയോട് കൂടിയിട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭു ഹനുമാൻ സ്വാമിയാലും വിഭീഷണൻ അംഗദാദികളാൽ എല്ലാവരും കൂടിയിട്ട് സേവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഋഷീശ്വരന്മാരും മുനീന്ദ്രന്മാരും നാരദാദി ബ്രഹ്മ ത്രിമൂർത്തികളാലും എല്ലാവരാലും ചുറ്റപ്പെട്ടിട്ട് രാമസിംഹാസനത്തിൽ അയോധ്യാധിപതിയായിട്ട് സീതാസമേതനായിട്ടിരിക്കുന്ന ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാവരും ഇരിക്കുക. മനസ്സിൽ രാമ 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 എന്ന് മനസ്സുകൊണ്ട് ജപിച്ചോളൂ. മംഗളം കോസലേന്ദ്രായ, ചൊല്ലിക്കോ, മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം, മംഗളം സത്യപാലായ ധർമ്മസംസ്ഥിതി ഹേതവേ, ധർമ്മസംസ്ഥിതി ഹേതവേ സീതാമനോഭിരാമായ രാമചന്ദ്രായ മംഗളം, വിശ്വാമിത്രാന്തരംഗായ
അയോധ്യാനഗരീപതേ ഭാഗ്യാനാം പരിപാലായ ദിവ്യരൂപായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം പിതൃഭക്തായ സതതം ഭ്രാതൃഭിः സഹ സീതയാ നന്ദിത അഖിലലോകായ രാമഭദ്രായ മംഗളം त्यक्तसागेदवासाय चित्रकूटविहारिणे सेव्याय सर्वयमिनां धीरोदाराय मङ्गलम् सौमित्रिणा च जानक्या चापबाणासिधारिणे संसेव्याय सदा भक्त्या स्वामिने मम मङ्गलम् दण्डकारण्यवासाय खरदूषणशत्रवे धृतराजाय भक्ताय मुक्तिदायास्तु मङ्गलम् हनुमत्सेवितपूज्याय भक्ताभीष्टदायिने संसारदुःखविनाशाय करुणाकराय मङ्गलम् श्रीमते रघुवीराय सेदुल्लङ्घितसिन्धवे जितराक्षसराजाय रणधीराय मङ्गलम् विभीषणकृते प्रीत्या लङ्काभीष्टप्रदायिने सर्वलोकशरण्याय श्रीराघवाय मङ्गलम् ब्रह्मादिदेवसेव्याय ब्रह्मण्याय महात्मने जानकी प्राणनाथाय रघुनाथाय मङ्गलम् मङ्गलं रामचन्द्राय रामभद्राय मङ्गलम् महदे मम नाथाय रघुनाथाय मङ्गलम् ओम श्री सीता लक्ष्मण भरत शत्रुघ्न हनुमत समेत श्रीरामचंद्र परमात्मने नमः। हरे राम हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे जानकी जीवन स्मरणं जय जय രാമ രാമ. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് ഈ വർഷത്തെ ആ സമ്പൂർണ്ണ രാമായണ പാരായണം ഇവിടെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനി എല്ലാ ദിവസവും ആ രാമായണം പാരായണം ചെയ്യാനായിട്ട് ഇതിനി നിൽക്കാണ്ട് ഒഴുകുന്ന ഗംഗയായിട്ട് തീരണം. ഭഗവാന്റെ പാദത്തിലേക്ക്
ഒഴുകുന്ന ഗംഗയായിട്ട് തീരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെ ഗൃഹത്തിലും രാമായണം ആ പ്രേമഗംഗയായിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് ഒഴുകട്ടെ. ഓരോരുത്തരും അവരവർക്ക് അറിയുന്ന പോലെ, അക്ഷരം തെറ്റിയാലൊന്നും വേണ്ടില്ല. ഇവിടെ ആ ശതനാമാവലി തന്നപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഓരോ കടലാസ് തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും തെറ്റ് പറ്റാം. ഞാൻ വായിക്കുമ്പോഴായാലും അക്ഷരത്തെറ്റ് പറ്റാം. അപ്പോൾ അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി നിങ്ങൾ ഓരോരുത്തരും ജപിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കും തെറ്റ് പറ്റാത്തവരിവിടെ ഉണ്ടാവില്ല. അപ്പോൾ അക്ഷരം തെറ്റുണ്ട്, ശരിയാവണില്ല എന്നൊന്നും വിചാരിച്ച് വായിക്കാണ്ടിരിക്കേണ്ട. അതൊക്കെ ശരിയാക്കിക്കോളും, ഭഗവാൻ ശരിയാക്കി തരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഗൃഹത്തിലിരുന്ന് വായിക്കണം. കുട്ടികളൊക്കെ ഉള്ളവർ കുട്ടികളെ കൊണ്ട് കുറേശ്ശെ അവരെ അടുത്തിരുത്തി വായിപ്പിച്ച് കുറേശ്ശെ അങ്ങനെ അവരെ ചെറിയ ചെറിയ ശ്ലോകങ്ങളൊക്കെ പഠിപ്പിച്ച് അവർക്കതിലൊരു രതി ഉണ്ടാക്കി തീരുക. അത് കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ ഗതി എങ്ങനെ വേണമെന്ന് പറഞ്ഞു തരുന്ന മഹാഗ്രന്ഥമാണ്. അപ്പോൾ നിത്യോപാസനയ്ക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധത്തിലുള്ള സംസാര ദുഃഖങ്ങളെയും തീർത്തിട്ട് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഇവിടെ എത്തിപ്പെടാത്ത അറിവില്ലായ്മ കൊണ്ട് ഇവിടെ എത്തിപ്പെടാത്തവരുണ്ടാവും. ഇവിടെ എത്തിപ്പെട്ടാലും അറിവില്ലായ്മ കൊണ്ട് ഇതിൽ സംബന്ധിക്കാത്തവരുണ്ടാവും. നമ്മുടെ അജ്ഞാനമാണ് എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും അജ്ഞാനം നീക്കിയിട്ട് എല്ലാവർക്കും ഈശ്വരപാദങ്ങളിൽ പരമമായ പ്രേമഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. നമ്മുടെ സാധാരണ സമർപ്പണം പോലെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആ നാമജപത്തോട് കൂടിയിട്ട് എഴുന്നേറ്റിട്ട് ഈ പൂക്കളൊക്കെ ഇവിടെ ഈ ഭഗവാന്റെ പാദത്തിൽ ഇവിടെ സമർപ്പിക്കുക. നമുക്കെല്ലാവർക്കും ഇപ്പോൾ പറയണത് മുഴുവനും കേൾക്കണേ. ആ കയ്യിൽ വെച്ചേരുന്ന പൂവൊക്കെ അവിടെ കയ്യിൽ കൂട്ടി വയ്ക്കാൻ പറഞ്ഞ പൂവില്ലേ, അത് ഭഗവാന്റെ ആ പാദത്തിൽ സമർപ്പിച്ചോളൂ. കയ്യിൽ പിടിക്കാൻ പറഞ്ഞൊക്കെ സമർപ്പിച്ചിട്ട് ഇനി അത് അവിടെ വിളക്കിൽ സമർപ്പിച്ചോളൂ. ഇനി നമ്മൾ സാധാരണ സമർപ്പിക്കണ പോലെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നാമം ജപിച്ചുകൊണ്ട് എഴുന്നേറ്റ് ബാക്കി പൂക്കളോടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇരിക്കാൻ പറ്റുന്നവര് അവരവരുടെ സ്ഥലത്ത് അവിടെ കുറച്ച് നേരം കൂടി ഇരിക്കുക. പറ്റാത്തവർ എണീറ്റ് നിന്നോളൂ. ഇല്ലാത്തവരവിടെ ഇരുന്നിട്ട് തന്നെ ഇതിപ്പോൾ കഴിയും, ഇത് സമർപ്പിച്ചിട്ട് എണീക്കാം. അതല്ലെങ്കിൽ പറ്റാത്തവരവിടെ ഇരുന്നോളൂ. ഒരാൾ എണീറ്റാൽ എന്താണെന്നറിയാണ്ട് എല്ലാവരും എണീക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. എണീക്കണോണ്ട് വിരോധമില്ല. ഇരിക്കാൻ പറ്റാത്തവരൊക്കെ എണീറ്റോളൂ. ജാനകീ ജീവനസ്മരണം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം, തലേക്കുളത്തമ്മേ ശരണം, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ, ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരിഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി, ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മീ സ്വരൂപിണി, തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി, ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാജാദേവിയെ കൈതൊഴുന്നു ഞാൻ.
ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകവിശം വൈജയന്തിഞ്ചമാലം രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം, ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ, ആഞ്ജനേയ സ്വാമിക്ക്. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീഹരയേ നമ. ഹരേ രാമ ഹരേ. ഓരോരുത്തരായിട്ട് എല്ലാവരും കൂടിയിട്ട് വരണ്ട. ഈ അറ്റത്തിരിക്കണവരെ ഓരോരുത്തരായിട്ട് എണീറ്റിട്ട് നാമം ജപിച്ചിട്ട് ആ പൂക്കളിവിടെ സമർപ്പിച്ചിട്ട് എല്ലാവരും ഒറ്റയടിക്ക് എണീറ്റ് നിന്നോളൂ. വരിയായിട്ട് വന്നാൽ മതി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ
Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare.